നമസ്കാരം. മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. 1978 വെള്ളിത്തെരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ 350-ൽ പരം കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലയിൽ നിന്ന് വരോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ്. തന്റെ 65-ാം പിറന്നാൾ ആഘോഷത്തിന്റെ തിളക്കത്തിലാണ് അദ്ദേഹം. കൊച്ചുകുട്ടികൾ വരെ സ്നേഹത്തോടെ വിളിക്കുന്ന ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷങ്ങൾ തലേദിവസം തന്നെ ആരാധകർ ആഘോഷമാക്കി തുടങ്ങി. ആരാധകർ മാത്രമല്ല, സിനിമാ ലോകം ഒന്നടങ്കം മലയാള സിനിമയുടെ രാജാവിന്റെ മകന്റെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന, ബഹുമാനിക്കുന്ന, ഏറെ ഭക്തിയും വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന, എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന വ്യക്തി കൂടിയാണ് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ മോഹൻലാൽ. നടൻ എന്നതിനേക്കാൾ ഉപരി ഗായകൻ, കേണൽ, പാചകപ്രേമി, അവതാരകൻ, അതിലേറെ നല്ലൊരു കുടുംബസ്ഥൻ എന്നിങ്ങനെയെല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം. സിനിമാ ലോകത്തെ നിരവധി പേരാണ് നടൻ മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത്. മോഹൻലാൽ ആരാധകർക്ക് ഇത്തവണ താരത്തിന്റെ പിറന്നാളിന് ഇരട്ടി സന്തോഷമാണ്. തുടരെ വന്ന പരാജയ സിനിമകൾക്ക് ശേഷം കരിയറിലെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം. 2025-ലെ ആദ്യ 2 റിലീസുകളും സൂപ്പർ ഹിറ്റ്. എമ്പുരാൻ, തുടരും എന്നീ സിനിമകളുടെ വിജയം മോഹൻലാലിന് മോളിവുഡിലെ ജനപ്രീതി എന്തെന്ന് വീണ്ടും വ്യക്തമാക്കുന്നു. എത്രയൊക്കെ പരാജയ സിനിമകൾ വന്നാലും ഒരു സിനിമ ഹിറ്റായാൽ മോഹൻലാലിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ പ്രേക്ഷകർ തയ്യാറാണ്. മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ് തുടങ്ങിയ താരങ്ങളെല്ലാം മോഹൻലാലിന് പിറന്നാൾ ആശംസ അറിയിച്ചിട്ടുണ്ട്. നടൻ ദിലീപിന്റെ ആശംസാ പോസ്റ്റിന് താഴെ ആരാധകരുടെ ആഘോഷമാണ്. ദിലീപിന്റെ വരാനിരിക്കുന്ന ബബ്ബ എന്ന സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ സന്തോഷം നിരവധി പേർ പങ്കുവച്ചു. ഏട്ടനും അനിയനും കൂടി ഒരുമിച്ച് പൂരം നടത്താൻ പോകുന്നു. ഏട്ടന്റെയും അനിയന്റെയും സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു. തുടരും ആൻഡ് പ്രിൻസ്. ഇനി വരാൻ പോകുന്നത് തൃശൂർ പൂരമാണ്. ബബ്ബ. തിയേറ്ററുകൾ പൂരപ്പറമ്പാകാൻ ബബ്ബ വരുന്നുണ്ട്. ഒരു ഒന്നൊന്നര വരവ്. അനിയന്റെ വക ഏട്ടന് പിറന്നാൾ ആശംസകൾ. അനിയന്റെ സ്വന്തം പിറന്നാൾ ആശംസകൾ. ഗംഭീരം തിരിച്ചുവരവാണ് ഏട്ടനും അനിയനും കൂടി നടത്തിയത്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. ഇനിയാണ് യഥാർത്ഥ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്. ബബ്ബ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. നടി മഞ്ജു വാര്യർ മോഹൻലാലിന് പിറന്നാൾ ആശംസ അറിയിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. എപ്പോഴും സ്നേഹവും ബഹുമാനവും എന്നാണ് മഞ്ജു വാര്യർ നടനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്. എമ്പുരാനിൽ മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയത് മഞ്ജു വാര്യരാണ്. ഇന്ന് മോഹൻലാലിന്റെ നായികയായി ആദ്യം പരിഗണിക്കുന്ന പേരുകളിലൊന്നാണ് മഞ്ജു വാര്യർ. നടി കരിയറിലേക്ക് തിരിച്ചു വന്ന ശേഷം വില്ലൻ, എന്നും എപ്പോഴും, ഒടിയൻ, ലൂസിഫർ, എമ്പുരാൻ എന്നീ സിനിമകളിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചു. എന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട കൂട്ടുകെട്ടാണ് ഇവരുടേത്. 6-ാം തമ്പുരാൻ, കന്മദം എന്നീ സിനിമകളിലെ ഇവരുടെ കെമിസ്ട്രി ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു. അക്കാലത്ത് വലിയ അവസരങ്ങൾ തേടി വരുമ്പോഴാണ് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും. തിരിച്ചുവരവിലും മോഹൻലാലിന്റെ നായികയാകാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു. മറുവശത്ത് ദിലീപ് കരിയറിൽ വീണ്ടും സജീവമാകാനുള്ള ശ്രമത്തിലാണ്. നടന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ മിക്ക സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതേസമയം ഒടുവിൽ റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. അതേസമയം നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ദിനം ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ. മലയാള സിനിമാ ലോകത്തെ അഭിനയവും അഹങ്കാരവുമായ പ്രിയ താരത്തിന് 65 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. ഈ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ഒരു സന്തോഷ വാർത്ത ആരാധകർക്കായി പങ്കുവച്ചിരുന്നു. 47 വർഷത്തെ മോഹൻലാലിന്റെ സിനിമാ ജീവിതം പുസ്തകമാവുകയാണ്. മുഖരാഗം എന്ന പേരിൽ ഭാനുപ്രകാശാണ് മോഹൻലാലിന്റെ ജീവചരിത്രം എഴുതുന്നത്. സഹപ്രവർത്തകരിൽ നിരവധി പേർ മോഹൻലാലിന് പിറന്നാൾ ആശംസ അറിയിക്കുന്നുണ്ട്. നടൻ ദിലീപിന്റെ പിറന്നാൾ ആശംസയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. പ്രിയ ലാലേട്ടന് ആരോഗ്യവും സന്തോഷവും നേർന്നുകൊണ്ടാണ് ദിലീപിന്റെ ആശംസ. ദിലീപിന്റെ വരാനിരിക്കുന്ന ബബ്ബയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ദിലീപും ഒന്നിച്ച് ബിഗ് സ്ക്രീനിൽ എത്തുന്നത്. വർണ്ണപ്പകിട്ട്, 2020, ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നീ സിനിമകളാണ് ഇതിന് മുൻപ് മോഹൻലാലും ദിലീപും ഒന്നിച്ച് അഭിനയിച്ചത്. 1997-ലാണ് വർണ്ണപ്പകിട്ട് റിലീസ് ചെയ്യുന്നത്. അന്ന് ദിലീപ് മുൻനിര താരമല്ല. 2020, ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നീ സിനിമകൾ വരുന്നത് ദിലീപ് മലയാള സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യമായപ്പോഴാണ്. ദിലീപ് മോളിവുഡിന്റെ നിയന്ത്രണത്തിൽ തനിക്കുള്ള ശക്തി ഉറപ്പിച്ചത് 2020 എന്ന സിനിമയിലൂടെയാണ്. മുൻനിര താരങ്ങളെയെല്ലാം അണിനിരത്തി ദിലീപ് നിർമ്മിച്ചു വിതരണം ചെയ്ത സിനിമ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ സീനുകൾ ഇന്നും ജനപ്രിയമാണ്. 150 ദിവസമാണ് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. 2008-ലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. 32 കോടി രൂപയാണ് ആഗോളതലത്തിൽ ലഭിച്ച കളക്ഷൻ. 2020-ക്ക് ശേഷം മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ മോളിവുഡിൽ ട്രെൻഡായി. ഈ സമയത്താണ് ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നീ സിനിമകൾ വരുന്നത്. 2011-ലാണ് ചൈന ടൗണും ക്രിസ്ത്യൻ ബ്രദേഴ്സും റിലീസ് ചെയ്തത്. ചൈന ടൗണിൽ മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നിവർ പ്രധാന വേഷത്തിലെത്തി. നിർമ്മാണം ആശീർവാദ് സിനിമാസ്. സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ചൈന ടൗണിലെ താരനിര ബോക്സ് ഓഫീസിൽ തുണച്ചു. 7 കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ 2 ആഴ്ചയ്ക്കുള്ളിൽ മുടക്കുമുതൽ തിരിച്ചുപിടിച്ചു. 13 കോടി രൂപയാണ് ചൈന ടൗണിന്റെ കളക്ഷൻ. 2011-ലെ വിഷു റിലീസായിരുന്നു ചൈന ടൗൺ. മോഹൻലാൽ, ശരത് കുമാർ, സുരേഷ് ഗോപി, ദിലീപ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത്. 9 കോടി രൂപയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ബഡ്ജറ്റ്. 100 ദിവസം തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചു. 11 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ആഴ്ച കൊണ്ട് ചിത്രം നേടിയത്. 2011-ന് ശേഷം മോഹൻലാലും ദിലീപും ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല. എങ്കിലും
ഇരുവരും സൗഹൃദം തുടർന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രത്തിലേക്ക് മോഹൻലാൽ കാമിയോ റോളിൽ വരുന്നത്. അന്ന് ദിലീപ് പ്രബലനായിരുന്നെങ്കിൽ ഇന്ന് നടന് പഴയ താളത്തിളക്കമില്ല. തുടരെ വന്ന പരാജയങ്ങൾക്കിടയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ മാത്രമാണ് നടന് ആശ്വാസമായത്. അടുത്തിടെ ഫിൽമി ബീറ്റ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് ദിലീപ് സംസാരിച്ചിരുന്നു. ആരാണ് മലയാളത്തിൽ മോഹൻലാൽ ഫാൻ അല്ലാത്തത്? നമ്മുടെ എല്ലാവരുടെയും അഭിമാനമല്ലേ. ലാലേട്ടൻ, മമ്മൂക്ക എന്നിവർക്ക് ശേഷമാണ് മറ്റുള്ളവർ വന്നത്. സുരേഷ് ഏട്ടനും ജയറാമേട്ടനും നമ്മളുമൊക്കെ. ലാലേട്ടനെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. പണ്ട് വളരെ ദൂരത്ത് നിന്നയാൾക്കൊപ്പം പിന്നീട് ഒരുമിച്ച് വർക്ക് ചെയ്യാനായി, അദ്ദേഹവുമായി ഇടപഴകാൻ പറ്റി. ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ വില്ലനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടൻ മലയാള സിനിമയുടെ നട്ടെല്ലെന്ന് പറയാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ആർക്കും തൊടാൻ പോലും പറ്റാത്ത അത്രയും പെർഫെക്ഷനിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങൾ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് തുടരും എന്ന ചിത്രത്തിലെ ഷൺമുഖത്തിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ്. മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. കിരീടവും ദേവാസുരവും ഇരുവരുമൊക്കെ ഇന്നും സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ലാലേട്ടൻ ആശംസ അറിയിച്ച് സിനിമാ രംഗത്തെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തി. എന്നാൽ ഈ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ തന്റെ ആരാധകർക്കായി മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പങ്കുവയ്ക്കുകയാണ്. 47 വർഷത്തെ മോഹൻലാലിന്റെ ജീവിത പുസ്തകമാകുന്നു എന്ന സന്തോഷമാണ് മോഹൻലാൽ പങ്കുവച്ചത്. മുഖരാഗം എന്ന പേരിൽ ഭാനുപ്രകാശാണ് ലാലിന്റെ ജീവചരിത്രം എഴുതിയത്. പ്രിയപ്പെട്ടവരെ, എന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒരു വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഭാനുപ്രകാശ് എഴുതിയ എന്റെ ജീവചരിത്രം മുഖരാഗം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു. മലയാളത്തിന് പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ, അദ്ദേഹമാണ് അവതാരക എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ 47 വർഷത്തിലേറെ തുടരുന്ന എന്റെ അഭിനയ ജീവിതത്തിലെ വിവിധ അടരുകൾ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണിത്. ഏറെ വർഷങ്ങൾക്കായി എനിക്കൊപ്പം സഞ്ചരിച്ച് എന്റെ ജീവിതം അക്ഷരങ്ങളിലേക്ക് പകർത്തിയെഴുതാൻ ഭാനുപ്രകാശ് എന്ന എഴുത്തുകാരൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് മുഖരാഗത്തെ യാഥാർത്ഥ്യമാക്കുന്നത്. 1000-ഓളം പേജ് വരുന്ന ഈ പുസ്തകം എന്റെ സിനിമാ ജീവിതത്തിലെ 47 വർഷം പൂർത്തിയാക്കുന്ന 2025 ഡിസംബർ 25 പുറത്തുവരും. നന്ദിയെന്നും മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു.